നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പൂജയെ കാണാതെ പോയപ്പോ ആ ദേഷ്യത്തിന് ഞാൻ അവളുടെ അമ്മാവന്റെ മോന്. ഉമ്മ എന്നോട് ക്ഷമിക്കണം. പൂജ ഇപ്പം എവിടെയാണെന്ന് അറിയില്ല. ഞങ്ങളെല്ലാവരും അവളെ അന്വേഷിച്ചോണ്ടിരിക്കെ. ഉമ്മയ്ക്ക് അവളെ പറ്റി എന്തെങ്കിലും അറിയോ? ഇല്ല, എനിക്കൊന്നും അറിയില്ല. ഒന്ന് മാത്രം എനിക്കറിയാം. അവൾ എൻ്റെ മോനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്തോ നട ഇത്? ആദ്യം നീ പറഞ്ഞു അവളുടെ കാമുകൻ ആദിത്യൻ എന്ന് പറയുന്ന വായി നോക്കിയാണെന്ന്. പിന്നെ പറഞ്ഞു ഹൈറേഞ്ചുകാരൻ ചത്തുപോയ ഏതോ സെബാനാണെന്ന്. ദേ ഇപ്പൊ പറയുന്നു ഇത് രണ്ടുമല്ല, കടപ്പുറത്തുകാരൻ ഷാനുവാണെന്ന്. ഞങ്ങളിതിൽ ഏത് വിശ്വസിക്കണം? ഞാൻ ഇപ്പൊ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കണം. കാരണം അതാണ് സത്യം. ഓരോ തവണയും ഓരോ കഥ പറയുമ്പോഴും താൻ ഇത് തന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നേ? തനിക്ക് വയ്യെങ്കിൽ താൻ കളഞ്ഞിട്ട് പോടോ. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ കൊണ്ടെത്തിക്കെങ്കിലേ ഇതിന്റെ ക്ലൈമാക്സ് ഉണ്ടാക്കാനോ എനിക്കറിയാം. എന്നാ പിന്നെ എന്താന്ന് വെച്ചാൽ അച്ഛനെ മോനോട് അങ്ങോട്ട് ഉണ്ടാക്ക്. ഞാൻ പോവുക. ശരവണ, എന്താ ശരവണ ഇത്? അവൻ ചെറുപ്പത്തിന്റെ ആവേശം കൊണ്ട് ഏതാണ്ട് പറഞ്ഞു വെച്ച് വിവരവും പക്വതയുള്ള താൻ പിണങ്ങി പോവുകയാണ്. പിള്ളേരല്ലേ, അങ്ങ് ക്ഷമിച്ചോളാ. ഞാനിനി ഈ കാര്യത്തിൽ ഇടപെടണമെങ്കിൽ യവൻ വാ തുറന്ന് സംസാരിക്കരുത്. ഡോക്ടറെ ഉറപ്പ് തന്നാ നമുക്കിതുമായിട്ട് മുന്നോട്ട് പോവാം. അതല്ല, ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ ഇവിടെ നിന്ന് കേൾക്കാനാണെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകും. ജീവ, നീ ചെന്ന് വണ്ടി ഇരിക്കും. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ അനുസരിക്കടാ. ചെല്ല് ചെല്ല് ചെല്ല്, ചെന്നവിടെ ഇരിക്കും. ശരണം പറ, ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇവൻ പറയുന്നത് കേട്ടോണ്ട് നമ്മൾ എടുത്തിയാടാൻ പാടില്ല.